ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ CA സച്ചിദാനന്ദൻ ആകെപ്പാടെ ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുകയാണ്. പുള്ളി വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുകയാണ് കേട്ടോ. കാരണം അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണെന്നും നന്ദു അനിയുടെ പുറകെ കൂടി നടക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോഴേക്കും പുള്ളിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സക്കറിയോട് ആ കാര്യം പറയും. സക്കറി അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചിൻ അങ്ങ് തീരുമാനിക്കുകയാണ്, എന്തായാലും എനിക്കൊരു പണി തന്നെ കൊടുക്കാം. അവനെ 2 ദിവസം പിടിച്ച് ലോക്കപ്പിലിട്ട് 2 എണ്ണം കൊടുക്കണം, എന്നാലേ അവൻ ശരിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അതിനായിട്ടുള്ള പണിയൊക്കെ ഒപ്പിച്ച് അനിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ മുത്തശ്ശനെ കാര്യം പിടികിട്ടുകയാണ്. മനഃപൂർവ്വം അനിയെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ് സച്ചിൻ. അങ്ങനെ മുത്തശ്ശൻ വരുന്നുണ്ട് കേട്ടോ സ്റ്റേഷനിലേക്ക്. മുത്തശ്ശൻ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ സച്ചിന് നല്ല 8ൻ്റെ പണി തന്നെയാണ് കൊടുക്കുന്നത്, അനിയെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചിൻ സക്കറിയോട് പറയുന്നുണ്ട്, അത് അനി ഇപ്പോഴും നന്ദുവിൻ്റെ പുറകെ തന്നെ നടക്കുന്നതെന്ന് പറയാം. അപ്പം സക്കറിയെ പറഞ്ഞു കൊടുക്കുക, ശരിയാ, നന്ദു മേഡത്തിനും അനിയെ ഇഷ്ടമാണ്, ആ പയ്യൻ്റെ പുറകെ നടക്കുന്നത്. സാറ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ അത്, എന്നിട്ടും ആ പെൺകുട്ടി ഇങ്ങനെ നടന്നാൽ സാറിന് അതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? സാർ ഒരു കാര്യം ചെയ്യണം, അനിയുടെ ശല്യം എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ നോക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി നന്ദുവിനെ ഇങ്ങോട്ട് പൊക്കോളാൻ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ തീരുമാനിച്ച കാര്യമാണ്, ഇനിയിപ്പോൾ വിവാഹം കഴിയാൻ വേണ്ടിയൊന്നും ഞാൻ നോക്കുന്നില്ല, ഉടനെ തന്നെ വിവാഹ നിശ്ചയം നടത്തി അങ്ങ് വയ്ക്കും. വിവാഹ നിശ്ചയം കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ കളിയങ്ങ് തുടങ്ങും. നന്ദുവിനെ കർശനമായിട്ട് ഞാൻ നിയന്ത്രിക്കും. കാരണം ഇനി അനിയുടെ പുറകെ അവൾ നടക്കരുത്, അതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ ഞാൻ നടത്തുമെന്ന് പറയാണ്. അപ്പോൾ സക്കറിയെ പറഞ്ഞു കൊടുക്കുക, ശരിയാ സാറേ, അങ്ങനെ വേണം, അല്ലാതെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നന്ദു കൈവിട്ടു പോവും. അല്ലേ തന്നെ സാറ് വിവാഹം കഴിച്ചാലും അവൾ ചിലപ്പം അനിയുടെ പുറകെ പിന്നെയും പോയെന്നിരിക്കും. അനിയോ അങ്ങനെ അല്ലായിരുന്നോ, അനാമികയെ വിവാഹം കഴിച്ചിട്ട് വീണ്ടും നന്ദുവിൻ്റെ പുറകെയല്ലേ പോയത് എന്നൊക്കെ ഇങ്ങനെ സക്കറിയായും പറഞ്ഞു കൊടുക്കുമ്പം സച്ചിന് നല്ല ദേഷ്യമായിട്ട് സച്ചിൻ പറയാണ്, ശരിയാണ്, അവനൊരു പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഏതെങ്കിലും രീതിയിൽ അവനെ അറസ്റ്റ് ചെയ്തൊന്ന് 2 ദിവസം ഈ ലോക്കപ്പിലിട്ടൊന്ന് പെരുമാറണം. അങ്ങനെ എൻ്റെ പെണ്ണിൻ്റെ പുറകെ അവനങ്ങനെ നടക്കണ്ട, എനിക്ക് 2 എണ്ണം കിട്ടുമ്പം നന്ദുവിന് സമാധാനമായിക്കോളൂ എന്നൊക്കെ പറയാം. അങ്ങനെ സച്ചിൻ എങ്ങനെയെങ്കിലും അനിയെ ഒന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. അനിയാളുടെ മനസ്സിൽ ആ ഒരു വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ നമ്മുടെ കേസൊക്കെ നവീൻ വക്കീൽ ഏറ്റെടുത്ത് നടത്തുന്നത്. നവീൻ വക്കീലാണെങ്കിൽ അനന്തപുരിയിൽ എത്തുന്നുണ്ട്. എത്തിയിട്ട് അനിയെ വിളിച്ചിട്ട് മുകളിലേക്ക് പോവാണ്. എന്താന്ന് വെച്ചാൽ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അനി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനാമിക ഈ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് വന്നത് ഈ വീട്ടിലുള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ടാണെന്ന് അനി പറഞ്ഞു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ നവീൻ വക്കീൽ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അനിക്ക് എങ്ങനെ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലേ, അന്ന് നന്ദു ഇല്ലായിരുന്നോ അനിയുടെ മനസ്സിലെന്ന് ചോദിക്കുമ്പോൾ അനി പറയാ, അന്ന് നന്ദു ഉണ്ടായിരുന്നു, പക്ഷേ നന്ദുവിനോട് ഇത്രയും പ്രണയമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അനാമിക വന്ന് എൻ്റെ പുറകെ നടക്കുകയും എൻ്റെ ഫ്രണ്ടായിട്ട് ഇവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. ഞാൻ തന്നെയാണ് ഇതിനൊക്കെ വളം വച്ച് കൊടുത്തത്. അവളെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെയാണ് എൻ്റെ വീട്ടുകാരെ വിവാഹത്തിന് സമ്മതിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഒരു വലിയ വീട്ടിലെയും അന്തസ്സും ആഭിജാത്യവും ഉള്ള കുടുംബത്തിലെയാ, അനന്തപുരിയോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു കുടുംബത്തിലെയാണെന്നൊക്കെയാണ് അവളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് എല്ലാവരോടും പറഞ്ഞത്. അങ്ങനെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് കൂടി അവൾ പറഞ്ഞപ്പോൾ ഈ വിവാഹത്തിന് ഇവിടെ എല്ലാവരും സമ്മതിക്കായിരുന്നു. ആ വിവാഹത്തോട് അടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അനാമികയുമായിട്ട് ചേർന്ന് പോയില്ല, എനിക്ക് നന്ദുവില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. അപ്പോഴേക്കും കുറേ സമയം കഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിവാഹം നടക്കാതിരുന്നത്. അന്ന് മുതൽ അനാമിക ഈ വീട്ടിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കള്ളങ്ങളാണ്. ഒരിക്കലും അവർ പറഞ്ഞ പോലുള്ളൊരു ജീവിതമൊന്നും ആയിരുന്നില്ല. അവളുടെ അച്ഛൻ വേണുവിൻ്റെ പേരിൽ പല കേസുകളും ഉണ്ട് കോടതിയിൽ. പലരെയും തട്ടിച്ച് പണം തട്ടിയെടുത്തിട്ടുള്ള ആളാണ്. ആൾമാറാട്ട കേസുകളൊക്കെ വേണുവിൻ്റെ പേരിൽ ഉണ്ടെന്ന് പറയാണ്. അപ്പം ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് നവീൻ, ആഹാ അങ്ങനെയാണോ കാര്യങ്ങൾ, അപ്പം അനാമിക ആളൊരു ഫ്രോഡ് തന്നെയായിരുന്നു, അനന്തപുരി കയറി കൂടിയത് പണത്തിന് വേണ്ടി തന്നെയാണെന്ന് തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല അല്ലേ അനിയെന്ന് ചോദിക്കുക.
അപ്പം അനി പറയുന്നുണ്ട് ഒരു പാടുമില്ല, ഇവിടെ വന്നിട്ട് എന്തെല്ലാം കള്ളത്തരങ്ങളാണ് അവൾ പറഞ്ഞത്. അവളുടെ വിവാഹശേഷം ഒരു കാറ് കൊടുത്തു എന്ന് പറഞ്ഞ് അവൾ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ ആ കാറ് അവളുടെ വീട്ടുകാർ വാങ്ങിയതൊന്നും അല്ല, അത് മറ്റാരുടെയും കാറ് കൊണ്ടുവന്ന് ഇവിടെ കാണിക്കുകയാണ് ചെയ്തത്. അതിനും തെളിവുകളുണ്ട്. അതുപോലെ തന്നെ നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ടൗണിൽ ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ 2-3 കോടി രൂപയുടെ വീട് വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞ് ഇവിടെ വന്ന എല്ലാവരെയും കൊണ്ടുപോയി അനാമികയുടെ അച്ഛൻ വേണു ആ സ്ഥലം കാണിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ സ്ഥലവും അനാമികയുടെ വീട്ടുകാർ വാങ്ങിയിട്ടൊന്നുമില്ല, അത് മറ്റൊരാളുടെ സ്ഥലമാണ്. അത് കൊണ്ട് കാണിച്ച് ഈ വീട്ടിലുള്ളവരെ എല്ലാം പറ്റിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ വന്ന് കയറിയപ്പോൾ മുതൽ ഇവിടെ എല്ലാവരെയും സോപ്പിട്ട് നടന്ന് വല്യമ്മയുടെ കയ്യിൽ നിന്ന് കുറേ സ്വർണം അനാമിക കൈക്കലാക്കി. ആ സ്വർണം ഒന്നും ഇപ്പോൾ അനന്തപുരിയിലില്ല, അതെല്ലാം ഇവിടെ നമ്മൾ കടത്തി വിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ അനന്തപുരിയിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ ആയിട്ട് കുറേ വേണുവും രേവതിയും അനാമികയും കൂടി കടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ആൾമാറാട്ട കേസ് പോലെയുള്ള കേസാണിത്. കാരണം അവർ പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി ഒന്നും ആയിരുന്നില്ല അവർക്ക്. അവർ വളരെ തെറ്റായ കാര്യങ്ങളാണ് അനന്തപുരിയിൽ വന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ടും നിങ്ങൾക്കാർക്കും ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ എന്ന് വക്കീൽ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, മനസ്സിലായി, ഞാൻ മനസ്സിലാക്കിയപ്പോൾ കുറച്ച് വൈകിപ്പോയി, പക്ഷേ അതിൻ്റെ പേരിൽ ഇന്നും ഇവിടെ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളെ വിശ്വസിച്ചുകൊണ്ടാണ് ഇരുന്നത്. അവസാന നിമിഷമാണ് അവർക്കതൊക്കെ മനസ്സിലായെന്ന് പറയാം. അപ്പോഴേക്കും അഡ്വക്കേറ്റ് നവീൻ ചോദിക്കുന്നുണ്ടേ, അത് എങ്ങനെ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അനാമിക ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായത്? വേറെ എന്തെങ്കിലും പണി അവളെ ഒപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, വേറെ ഒരുപാട് പണികൾ ഒപ്പിച്ചിട്ടുണ്ട്. നന്ദുവിനെതിരെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. നന്ദു SI ട്രെയിനിങ്ങിനൊക്കെ പോയ സമയത്ത് അനാമികയ്ക്കും അവളുടെ അച്ഛൻ വേണുവിനും ഒക്കെ ഉള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനെ ആ ട്രെയിനിങ്ങിൽ നിന്ന് പുറത്താക്കാൻ ആ ട്രെയിനറെ സ്വാധീനിച്ച് പല കാര്യങ്ങളും ചെയ്തു. അതൊക്കെ കണ്ടെത്തിയത് മുത്തശ്ശനാണ് പിന്നെ നന്ദുവിനെ റെക്കമെൻഡ് ചെയ്ത് ആ ട്രെയിനറെ അവിടുന്ന് മാറ്റുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അവരുടെ കുടുംബക്കാരെയും. ഇതിലൊക്കെ വലിയ കാര്യം ചെയ്തു കൂട്ടിയത് ഈ കുടുംബത്തിൽ ഒരു ആളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണെന്ന് പറയാം. അപ്പോൾ നവീൻ വക്കീൽ ചോദിക്കുന്നുണ്ട്, അത് എന്താണ്, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇവിടെ ആരെ കൊല്ലാനാണ് ശ്രമിച്ചത്? അനിയെ കൊല്ലാനാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്നെ കൊല്ലാൻ അവൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നും എന്നെ കൊന്ന അവൾക്ക് ഇവിടുത്തെ സ്വത്തിൻ്റെ വിഹിതമൊന്നും കിട്ടാതെ പോയാലും എന്നൊക്കെ ഓർത്താ എന്നെ വെറുതെ വിട്ടത്. അതല്ല, പിന്നെ ആരെയാ കൊല്ലാൻ പോയതെന്ന് ചോദിക്കുക വക്കീൽ. അപ്പോൾ അനി പറയുന്നുണ്ട്, അതൊരു സംഭവം തന്നെയാണ്. അനാമികയും അവളുടെ അമ്മ രേവതിയും കൂടി ഇവിടെ വന്ന് നിന്ന് കുറേ ദിവസങ്ങൾ നിന്ന് ഇവിടെ ഓരോരുത്തരെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഏടത്തിമാരെ നവ്യേച്ചിയും അതുപോലെ തന്നെ നയനേച്ചിയും ഒക്കെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ് അവരിവിടെ വന്ന് നിന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന നവ്യേച്ചി അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. ആ സമയം നവ്യേച്ചി ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ നവ്യേച്ചിക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അനാമികയുടെ അമ്മ രേവതിയും അനാമികയും കൂടി ഈ വേണുവിൻ്റെ സഹായത്താൽ ആ നവ്യേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കാൻ വേണ്ടി ഈ വിഷം വാങ്ങിക്കൊണ്ട് വന്നെന്നും അത് പാലിൽ ചേർത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നു. നയനേച്ചി കാച്ചി വെച്ച പാലിലാണ് അത് ചേർത്ത് വെച്ചത്. അത് നയനേച്ചിയുടെ തലയിൽ ആ കുറ്റം വയ്ക്കാൻ വേണ്ടി അത് ചെയ്തതാണ്. അതിനുശേഷം ആ പാല് വല്യമ്മ എടുത്ത് കുടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അപകടാവസ്ഥയിലായ വല്യമ്മ ആശുപത്രിയിൽ ഒരുപാട് ദിവസം കിടന്ന് മരണത്തോട് മല്ലിട്ട് കിടന്ന വല്യമ്മയ്ക്ക് കരളൊക്കെ മാറ്റിവെക്കാൻ വേണ്ടി കരൾ ദാനം ചെയ്തത് നയനേച്ചിയാണ്. അങ്ങനെയാണ് വല്യമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, കുറച്ചുകൂടിയൊക്കെ സമയം ലേറ്റ് ആയിരുന്നെങ്കിൽ വല്യമ്മ ഇന്ന് ഈ ലോകത്ത് കാണുകയില്ലായിരുന്നു. ഈ വീട്ടിൽ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ പാലിൽ വിഷം ചേർത്ത് വെച്ചത് എന്ന് പറയണം. അപ്പോൾ നവീൻ വക്കീൽ ചോദിക്കുന്നുണ്ട്, അതിനൊക്കെ തെളിവുണ്ടോ? അവർ തന്നെ അത് ചെയ്തതെന്നുള്ളതിന് എന്താ ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അനി, അത് അനാമിക തന്നെ സമ്മതിച്ച കാര്യമാണ്. അത് നയനേച്ചിയുടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. നയനേച്ചി ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ചോദിച്ചപ്പോൾ അതെ, ഞാൻ തന്നെയാണ് ചെയ്തതെന്നും അത് നവിയുടെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നു ഞാൻ ചെയ്തതെന്നും ഒക്കെ അനാമിക പറയുകയുണ്ടായി. ആ കാര്യത്തിൽ തെളിവുമുണ്ട്. വേണു അതുപോലെ തന്നെ വിഷം വാങ്ങിയ സ്ഥലവും അത് കൊണ്ടുകൊടുത്തതിൻ്റെ CCTV ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ പല കാര്യങ്ങളും അനാമികയ്ക്കെതിരെ ഉണ്ടല്ലോ. ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് അനാമികയാണല്ലോ. അപ്പോൾ നയനേച്ചിയെ കൂടി വിളിക്കൂ, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് നയനയോട് കൂടി ചോദിക്കാമെന്ന് പറയാം. അങ്ങനെ അനി നയനയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം നയനയുമായിട്ട് നവീൻ വക്കീൽ സംസാരിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എന്ത് സഹായം വേണേലും ഞാൻ ചെയ്യാം, ഏത് തെളിവ് വേണേലും ഞാൻ തരാം അനാമികയ്ക്കെതിരെ. കാരണം ഇവിടെ അവൾ അതുപോലെയുള്ള കള്ളത്തരങ്ങൾ ചെയ്തു, പല കള്ളത്തരങ്ങൾ ചെയ്തിട്ടും അതെല്ലാം എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടുകയായിരുന്നു ചെയ്തത്. അവസാനം പാലിൽ വിഷം ചേർത്ത് കൊടുത്തു എന്നുള്ളത്
ഭയങ്കരമായ തെറ്റല്ലേ, അതിനൊക്കെ എതിരെ തെളിവുണ്ട്. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പം ഈ കള്ള കേസ് കൊണ്ട് കൊടുത്ത് മുത്തശ്ശിയെ കൂടി അപകടത്തിലാക്കാൻ നോക്കിയില്ലേ അവള്. മുത്തശ്ശിയുടെ പേരിൽ കൂടി കേസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് ഓർക്കുമ്പം എൻ്റെ നെഞ്ച് പൊട്ടുകയാണ്. അതുകൊണ്ട് ഈ കേസിൽ അനാമിക തോക്കണം, അനന്തപുരിക്കാർ ജയിക്കുകയും ചെയ്യണം. അതിനു വേണ്ടി എന്ത് തെളിവും ഞാൻ തരാമെന്ന് പറയണം. എന്ത് കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കുകയും ചെയ്യാം വക്കീലിനൊപ്പം എന്ന് നയനയും വാക്കു കൊടുക്കുക. അപ്പം നവീൻ വക്കീൽ പറയുന്നുണ്ട്, ശരിയാണ്, നയനയുടെ സഹായം വേണം, നമ്മൾ കോടതിയിൽ വാദിക്കുമ്പോൾ നയന കൂടി മുമ്പിൽ നിന്ന് തെളിവുകളൊക്കെ നിരത്തണമെന്ന് പറയാം. അതെല്ലാം നമ്മുടെ നയനയേക്കാണ്. അങ്ങനെ അനാമികയ്ക്കെതിരെ പട പൊരുതാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ നവീൻ വക്കീൽ ചോദിക്കുന്നുണ്ട് അനിയോടും അതുപോലെ നയനയോടുമായിട്ട്, ഈ കുടുംബത്തിൽ ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അനാമികയ്ക്ക്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്കും അതുപോലെ എൻ്റെ അമ്മായിക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ, അവർക്കെന്താ അനാമികയോട് ഇത്ര താല്പര്യം എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, അമ്മയ്ക്ക് അനാമികയെ മരുമോളായിട്ട് കിട്ടണം എന്നായിരുന്നു ആഗ്രഹം. കാരണം നവിയേച്ചിയോടും നയനേച്ചിയോടും നന്ദുവിനോടുമുള്ള ദേഷ്യം കൊണ്ടാണ് അമ്മ ഇപ്പം അനാമികയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പച്ചി ഈ കുടുംബത്തിലുള്ളവരുടെ വിഷമം കാണാൻ അപ്പച്ചിക്ക് സന്തോഷം. അപ്പച്ചിയുടെ മകൻ അബിയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും അനാമികയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടെന്ന് പറയുക. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ ഇപ്പോഴും അനാമികയ്ക്ക്? ഇപ്പം ഈ കേസ് കൊടുക്കാനും ഈ രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന് ചർച്ച നടത്താനും ഒക്കെ ഒരു ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൂടി ആരെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ലോ, അല്ലാതെ വെറുതെ അനന്തപുരിക്കാർക്കെതിരെ കളിക്കുമെന്നൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറയുക. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ അതിനുള്ള ചാൻസ് ഇല്ല, അപ്പച്ചിയും അബിയും ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുക. അപ്പോൾ അബിയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അബി അങ്ങനെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാം. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അബിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം, അബി എന്തെല്ലാം സപ്പോർട്ട് ചെയ്തെന്ന് അറിയണം. ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ തെളിവൊന്നും വേണ്ട, ആ ഒരു ഒറ്റ തെളിവ് കൊണ്ട് തന്നെ നമുക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, അതിന് എന്ത് വേണേലും നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ വക്കീൽ പറയാണ്, ഈ അബിയുടെ കോൾ റെക്കോർഡ്സൊക്കെ നമുക്ക് എടുക്കണം, അവനെ ആരെയൊക്കെയാണ് വിളിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കണം. ഈ അനാമികയും അവളുടെ അച്ഛനും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ വച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കുള്ള ഒരു തെളിവാണ്. അബിയുടെ കൂടെ സഹായത്തിൻ്റെ ഫലമായിട്ട്, അബിയുടെ കൂടെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കള്ളക്കേസ് കൊടുത്തതെന്ന് നമുക്ക് തെളിയിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയണം. അങ്ങനെ അവർ അത് അന്വേഷിക്കുകയാണ്. അനിയും വക്കീലും കൂടെ പോയി. അപ്പോഴേക്ക് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ തന്നെ അബി പല പ്രാവശ്യം അനാമികയും വേണുവിനെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സമയം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പല സ്ഥലത്ത് വെച്ച് കണ്ടതായിട്ടും ഒക്കെ CCTV വിഷ്വൽസും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അബിക്കെതിരെ തെളിവാകുകയാണ്. അങ്ങനെ വക്കീൽ അനന്തപുരിയിലെത്തിയിട്ട് മുത്തശ്ശനോട് ഇക്കാര്യം പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കൊച്ചുമോൻ അബി കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അബിയുടെ സഹായം എന്തായാലും അനാമികയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇത്ര ധൈര്യത്തോടെ ഈ കള്ളക്കേസ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു നല്ല തെളിവാണ്. ഈ കുടുംബത്തിൽ അബിക്ക് എല്ലാവരോടും ദേഷ്യമായതുകൊണ്ട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി അനാമികയുമായിട്ട് ചേർന്ന് കള്ളക്കേസ് കൊടുത്തതാണെന്ന് തെളിയിക്കാൻ ഈസിയാണ് എന്ന് പറയണം. അപ്പം മുത്തശ്ശൻ പറയാണ്, എങ്ങനെയാണേലും അത് തെളിയിക്കണം, അവൻ അത് ചെയ്തില്ലെങ്കിലേ അതിശയുള്ളൂ, അവൻ ഈ കുടുംബത്തിലുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവനാണ്, ഈ കുടുംബത്തിൽ ഞാൻ വെച്ച് പൊറപ്പിക്കുന്നത് വേറൊന്നും കണ്ടല്ല, അവൻ്റെ കുഞ്ഞിനെയും ഭാര്യയെ ഓർത്തിട്ട് മാത്രമാണ് എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിക്കും അതിൻ്റെ ഇടയിൽ കൂടി നല്ല കിടുക്കം പണിയാണ് കേട്ടോ വക്കീൽ കൊടുക്കുന്നത്. അതെല്ലാം അറിഞ്ഞിട്ട് മുത്തശ്ശൻ അബിയെ വിളിച്ച് വരുത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, അബി, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഈ കുടുംബത്തിനെതിരെ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതിനു മുമ്പും നീ ഈ കുടുംബത്തിനെതിരെയും നമ്മുടെ ജ്വല്ലറിക്കെതിരെയും ഒക്കെ കളിച്ചിട്ടുണ്ട്. ജ്വല്ലറിയിലെ പല കള്ളത്തരങ്ങളും ചെയ്തിരിക്കുന്നത് നീ തന്നെയാണ്. അവിടെ പുറത്തുനിന്നുള്ള കള്ളസ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിൽക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് നീയാണെന്നുള്ള കാര്യം സംശയമില്ല. അതുപോലെ തന്നെ ഈ കുടുംബത്തോടും ഈ ദ്രോഹം ചെയ്യാൻ നിനക്ക് സാധിക്കുന്നുണ്ടല്ലോ. നിൻ്റെ മുത്തശ്ശിയല്ലേ അവർ, നിന്നെയും അതുപോലെ ആ അനാമികയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്ന വസുന്ധരയോട് നിങ്ങളിത് ചെയ്യരുതാഞ്ഞു. നീ കൂടി കൂട്ടു നിന്നിട്ടല്ലേ അനാമിക ഈ കള്ളക്കേസ് കൊടുത്തതെന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാനങ്ങനെ ചെയ്യുമോ? ഞാൻ ഈ അനന്തപുരി തറവാടിൻ്റെ ഭാഗമല്ലേ, ഈ തറവാടിനൊരു മാനക്കേടുണ്ടായാൽ അത് എനിക്കും കൂടെ ഉള്ളൊരു മാനക്കേടല്ലേ, എനിക്കും പുറത്തിറങ്ങിയൊക്കെ നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ജലജൻ പറയാം, ശരിയാ, അവനങ്ങനെ ചെയ്യുമോ? അവന് ഈ വീട്ടിലുള്ളതല്ലേ, മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്ന് വൈറലായതോടുകൂടി നാണക്കേട് കൊണ്ട് അവന് പോലും പുറത്തിറങ്ങാൻ മേലായിരുന്നു. കാര്യം ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ആദർശും അനിയൊക്കെ ആണെങ്കിലും എൻ്റെ മോനും ജീവിക്കണ്ടേ, അവനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാം.
അപ്പോഴേക്കും വക്കീലിൻ്റെ കയ്യിൽ നിന്ന് ഈ കോൾ റെക്കോർഡ്സ് ഒക്കെ എടുത്തിട്ട് കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇതെന്താടാ, നീ എന്തിനാ അനാമിക ഇത്രയും സമയങ്ങളിൽ ഇത്രയും പ്രാവശ്യം വിളിച്ചിരിക്കുന്നത്? അതുപോലെ അവളുടെ അച്ഛൻ വേണുവിനെയും വിളിച്ചിട്ടുണ്ടല്ലോ, എന്താ നിങ്ങൾ തമ്മിൽ ഇടപാടെന്ന് ചോദിക്കുക. അതുപോലെ CCTV വിഷ്വൽസ് പല സ്ഥലത്ത് വെച്ച് ഇവർ കണ്ട് മണിക്കൂറുകളോളം സംസാരിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് മുത്തശ്ശൻ. അപ്പോഴേക്കും അബിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അബി പറയാം, ഈ കേസിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയാൻ വേണ്ടി അനാമിക എന്നെ പല പ്രാവശ്യം വിളിച്ചു എന്നുള്ള സത്യമാണ്. അതിൻ്റെ പേരിൽ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുമെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് മുന്നോട്ട് ചാടി വീഴും. എന്നിട്ട് പറയാം, അബി കള്ളത്തരം പറയരുത്, മുത്തശ്ശനോട് തർക്കുത്തരം പറയാൻ മാത്രമൊന്നും ആയിട്ടില്ല നീ. കാരണം നീ ഇതും ചെയ്യും ഇതിൻ്റെ അപ്പുറവും ചെയ്യും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് മോനെ. നീയും കൂടിയാണ് ഈ കുടുംബത്തെ നാട്ടിക്കാൻ ശ്രമിച്ചത്. എന്തായാലും അനാമികയുടെ കേസ് ജയിക്കാൻ ഞങ്ങൾക്ക് ഈ തെളിവൊക്കെ മതി. പിന്നെ നീ ഇവിടെ തുടരണമെന്നുള്ള കാര്യം മുത്തശ്ശൻ തീരുമാനിക്കും എന്ന് പറയാണ് കേട്ടോ. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും വേണുവും രേവതി അനാമികയും കൂടെ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയാണ് കേട്ടോ. അബി വിളിച്ചിരുന്നു. എന്തായാലും അവർക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അബിയും കൂടെ കൂടിയിട്ട് നമ്മളെ വിളിക്കുകയും ഇതിനൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവരുടെ വക്കീൽ ഒരു നവീൻ, ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷെ പുള്ളി നല്ല പ്രഗത്ഭനായ വക്കീലാണെന്നാണ് പറയുന്നത് എന്നൊക്കെ വേണു പറയുക അനാമികയോട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നമ്മുടെ വക്കീലും പ്രഗത്ഭനല്ലേ, പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ അത്ര മോശമാണോ? സാറ് വിജയിപ്പിച്ചു കൊണ്ടുവരാത്ത ഏതെങ്കിലും കേസുണ്ടോ? കള്ള കേസുകൾ വരെ വിജയിപ്പിച്ചു കൊണ്ടിരുന്ന ആളല്ലേ. നമ്മൾ കിട്ടുന്നതിൻ്റെ 25% കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ കേസ് ജയിക്കും. പിന്നെ അവരുടെ വക്കീല് അവരും ബാധിക്കട്ടെ, എന്താവുമെന്ന് നമുക്കറിയാം. എന്തായാലും വെച്ചാൽ നമ്മൾ തന്നെ ജയിക്കും എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എടി ആ CI വിളിച്ചിരുന്നു, ഇപ്പോഴും അനിയാ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത്. CI ആണെങ്കിൽ നന്ദുവിനെ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നതാ. ഇവൻ ഇപ്പോഴും പുറകെ നടക്കുന്ന കാരണം ഇവനോട് നല്ല വൈരാഗ്യമുണ്ടെന്ന് പറയുക. അച്ഛനൊന്നും ഒപ്പിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? അവനെ പിടിച്ച് ജയിലിലിട്ട് 2 കൊടുക്കാൻ പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അനാമിക. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഡി അത് ചെയ്യൂടി, അയാളെ ഞാൻ മൂപ്പിക്കാവുന്നത്രയും മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അനിയുമായിട്ട് വൈരാഗ്യമുണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അനിയെ പിടിച്ച് 2 കൊടുക്കുമെന്നുള്ളതിനൊന്നും ഒരു തർക്കവും ഇല്ലെന്ന് പറയുമ്പോൾ അനാമികയ്ക്കും രേവതിക്കും ഒക്കെ സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ CI ആണെങ്കിൽ അനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സക്കറിയോട് പറയുക, ഇനിയിപ്പോൾ 2 ദിവസം അവനെ ഇവിടെ വന്ന് കിടക്കട്ടെ, അവനെ ഞാനൊന്ന് മര്യാദ പഠിപ്പിക്കാമെന്ന് പറയാണ്. അങ്ങനെ നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുക. അനന്തപുരി ചെന്നിട്ട് അനിയെ വിളിച്ചിറക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അനാമിക ഒരു കേസ് തന്നിട്ടുണ്ടല്ലോ, അനാമികയെ വഴി വെച്ച് മർദ്ദിച്ച കേസ്, അതുപോലെ തന്നെ ഒരു ഗാർഹിക പീഡന കേസും തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 1ാം പ്രതിയായിരിക്കുന്ന അനിയെ അറസ്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് റിമാൻഡ് ചെയ്ത് ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നേരത്തെ ഒന്ന് എനിക്ക് ഞങ്ങൾ ജാമ്യം എടുത്ത് കൊണ്ടുവന്നതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ CI പറയുന്നുണ്ട്, അത് ഈ കേസൊന്നും ആയിരുന്നില്ലല്ലോ, ഇതിപ്പോൾ കേസൊക്കെ മാറി, ഇതിപ്പോൾ ഗാർഹിക പീഡനത്തിനൊക്കെ കേസ് കൊടുത്തിരിക്കുന്ന ഒരാളെ ഇങ്ങനെ അഴിച്ചുവിടാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോഴും അനാമികയ്ക്ക് ജീവനിൽ ഭീതിയുണ്ട്. കാരണം ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവൻ ഈ വൈരാഗ്യത്തിൻ്റെ പുറത്ത് അനാമികയുടെ വീട്ടിൽ ചെന്ന് അവളെ ഉപദ്രവിക്കില്ല എന്ന് ആര് പറഞ്ഞു? അതുകൊണ്ട് ഇവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ലോക്കപ്പിൽ കൊണ്ടിടുവാണ്. ജാമ്യവും നിഷേധിക്കുകയാണ്. 2 ദിവസത്തേക്ക് അനിയെ അവിടെ ഇടുക. ഇട്ടിട്ട് നമ്മുടെ ഈ CI ആണെങ്കിൽ അനിയോടുള്ള ദേഷ്യം കാരണം അനിയുടെ അടുത്ത് കയറിയിട്ട് പറയാണ്, എടാ നിന്നെ ഞാൻ മനഃപൂർവ്വം ഇവിടെ കൊണ്ടിട്ടതാണ്, നീ 2 ദിവസം ഇവിടെ കിടക്ക്, നന്ദുവിൻ്റെ പുറകെ ഇനി നീ നടക്കരുത്. ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് നന്ദു എൻ്റെ പെണ്ണാണെന്ന്, ഇനി അവളുടെ പുറകെ നടക്കരുത്, നീ നടന്നതിന് ഞാൻ വെച്ചേക്കുകയല്ലെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അടിച്ച് അവശനാക്കിയൊക്കെ ഇടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഈ വിവരങ്ങൾ ആദർശുമായിട്ട് സംസാരിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അയാൾ മനഃപൂർവ്വം ഇത് ചെയ്തതാണ്, നന്ദു അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അയാൾക്കറിയാം, അതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, ഞാൻ അവനെ പോയിന്ന് കാണുന്നുണ്ട്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൊച്ചുമോനെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം അയാൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് അനിയെ ഉപദ്രവിക്കുന്നതാണ്. ഈ മൂർത്തി ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. ഇതിനു മുമ്പ് പല പ്രാവശ്യം പല കാര്യങ്ങളിലും ഞാൻ അവന് ഇളവ് ചെയ്തു കൊടുത്തു. വീണ്ടും അവൻ കളിക്കുകയാണെങ്കിൽ ഈ മൂർത്തി ആരാണെന്ന് സച്ചിൻ അറിയും എന്നും പറഞ്ഞ് മുത്തച്ഛൻ അവിടെ ചെന്നിട്ട് അനിയെ കാണുകയാണ്. അനിയെ അപ്പോൾ ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കാണല്ലോ, അടികൊണ്ടാവച്ചനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് CIയോട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്ത് ഈ ലോക്കപ്പിലെ ജാമ്യം പോലും നിഷേധിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാതെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം, അവൻ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കാൻ 2 ദിവസം അവനിവിടെ കിടക്കട്ടെ, എന്നിട്ടും അവൻ്റെ അഹങ്കാരത്തിനൊന്നും കുറവില്ലല്ലോ എന്ന് CI പറയാം.
അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എടാ നീ മര്യാദയ്ക്ക് എൻ്റെ അനിയെ ജാമ്യത്തിൽ വിടുന്നതായിരിക്കും നല്ലത്. മനഃപൂർവ്വം ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് എനിക്കറിയാം. ഇപ്പം അനിയെ അറസ്റ്റ് ചെയ്യേണ്ടിയിട്ടൊന്നും അല്ല നിങ്ങളിത് ചെയ്തത്. നിനക്ക് അവനോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇതിനൊക്കെ ഉള്ള പണി എരന്ന് വാങ്ങും CI സച്ചിദാനന്ദൻ എന്ന് മറക്കണ്ട. ഈ അനന്തമൂർത്തി ആരാണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ CI സച്ചിനെ വെല്ലുവിളിക്കുന്നതൊക്കെ ഉണ്ട്. സച്ചിനും അപ്പം നല്ല ഇരട്ടി വെല്ലുവിളി മുത്തശ്ശനോടും ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്